ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഒരു ലൈൻ പിന്നെ ഒരു ആംഗിൾ എങ്ങനെ ബൈസെക്റ്റ് ചെയ്യാം എന്ന് നോക്കാം. ഇത് വളരെ സിമ്പിളാണ്, എന്നാലും ഇത് ഓർക്കാത്ത പലരും ഉണ്ടാവും. അവർക്ക് ഒന്ന് റെഡി റെഫറൻസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം ലൈൻ എ ബിനെ ബൈസെക്റ്റ് ചെയ്യാം. അപ്പോൾ അതിന് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കോമ്പസ് എടുത്തിട്ട് കോമ്പസിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു റേഡിയസ് കൺസിഡർ ചെയ്യാം. റേഡിയസ് എടുക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ലൈൻ എ ബിൻ്റെ ഹാഫ് ലെങ്ത്തിനേക്കാൾ കുറച്ച് കൂടുതലുള്ള ലെങ്ത്താണ് റേഡിയസ് ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ എ ബിയുടെ ഹാഫ് ലെങ്ത്തിനേക്കാൾ കുറച്ചധികം എടുക്കുക. ഓക്കെ, എന്നിട്ട് പോയിൻറ്റ് ബിയിൽ വെച്ചിട്ട് നമുക്ക് അപ്പർ സൈഡിലും ലോവർ സൈഡിലും ആർക്ക് വരയ്ക്കാം. ഓക്കെ, ഇനി ആ സെയിം പ്രോസസ്സ് പോയിൻറ്റ് എയിൽ വെച്ച് റിപ്പീറ്റ് ചെയ്യാം. ഇനി ഈ രണ്ട് ഇൻ്റർസെക്റ്റിംഗ് പോയിൻറ്റ്സ് തമ്മിൽ നമുക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, ഈ പോയിൻറ്റിന് ഞാൻ സി ആയും ഈ പോയിൻറ്റിന് ഡി ആയും മാർക്ക് ചെയ്യാം. അപ്പം ലൈൻ സി ഡി ബൈസെക്ട്സ് ദ ലൈൻ എ ബി. ലൈൻ സി ഡി ലൈൻ എ ബിൻ്റെ പെർപെൻഡിക്കുലർ ആണ്. ആൻഡ് ഇത് രണ്ടും കൂടെ ടച്ച് ചെയ്യുന്ന പോയിൻറ്റ്, ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻറ്റ് ഒ എ ബിയുടെ സെൻറ്ററാണ്. ഇങ്ങനെയാണ് നമ്മൾ ഒരു ലൈനിന് ബൈസെക്റ്റ് ചെയ്യാം. ഇനി നമുക്ക് ആംഗിൾ എങ്ങനെ ബൈസെക്റ്റ് ചെയ്യാം എന്ന് നോക്കാം. ഓക്കെ, അപ്പം ഇവിടെ ചെയ്യേണ്ടത് അഗൈൻ നമ്മൾ കോമ്പസിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു റേഡിയസ് എടുക്കാം. ആ റേഡിയസ് ഈ എ ബി ലെങ്ത് എ ബി ആൻഡ് ലെങ്ത് ബി സിനേക്കാൾ ചെറിയൊരു റേഡിയസ് എടുത്താൽ മതി. ഒരു കുറഞ്ഞൊരു റേഡിയസ് എടുക്കാം. എന്നിട്ട് പോയിൻറ്റ് ബിയിൽ വെച്ചിട്ട് നമുക്കൊരു ആർക്ക് വരയ്ക്കാം. ഓക്കെ, ഇനി ആ സെയിം റേഡിയസ് എടുക്കാം. വേണമെങ്കിൽ റേഡിയസ് മാറ്റിയാലും കുഴപ്പമില്ല, ബട്ട് ഇതാണ് എളുപ്പം. ഓക്കെ, ആ റേഡിയസ് എടുത്ത് നമ്മൾ ഈ രണ്ട് ന്യൂ പോയിൻറ്റ്സിന് ഒന്ന് നെയിമിങ് ചെയ്യാം. ഇതിന് സി ആൻഡ് ഇത് ഡി ആയിട്ട് നെയിം ചെയ്തു. ഓക്കെ, ഇനി പോയിൻറ്റ് ഡിയിൽ വെച്ചിട്ട് നമ്മൾ ഈ ആംഗിൾ എ ബി സിയുടെ ഇൻസൈഡിൽ ഒരു ആർക്ക് വരയ്ക്കാം. അതേപോലെ നമ്മൾ പോയിൻറ്റ് സി സെൻറ്ററാക്കി എടുത്തിട്ട് നമുക്ക് വീണ്ടും ഒരു ആർക്ക് വരയ്ക്കാം. സച്ച് ദാറ്റ് ഈ രണ്ട് ആർക്സും പോയിൻറ്റ് ഓയിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോലെ. ഓക്കെ, ഇനി നമുക്ക് ബി ടു ഒ കണക്ട് ചെയ്യാം. ബി ടു ഒ കണക്ട് ചെയ്യാം. ഇപ്പം നമുക്ക് രണ്ട് ഈക്വൽ ആംഗിൾസ് കിട്ടി. അപ്പം ലൈൻ ഒ ബി ബൈസെക്ട്സ് ദി ആംഗിൾ എ ബി സി ആൻഡ് ആംഗിൾ എ ബി ഒ ഇസ് ഈക്വൽ ടു ആംഗിൾ ഒ ബി സി. ഓക്കെ, നമ്മൾ ആദ്യത്തെ കേസിൽ നമുക്ക് രണ്ട് ഈക്വൽ divisions of a line ആണ് കിട്ടിയത്. അപ്പോൾ in this case AO is equal to OB. In the second case നമുക്ക് രണ്ട് ഈക്വൽ ആംഗിൾസ് ആണ് കിട്ടിയത്. അപ്പോൾ ആംഗിൾ ABO is equal to ആംഗിൾ OBC. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത്തരം കണ്ടൻറ്റുകൾ ഇനിയും കാണാൻ ആഗ്രഹമുള്ളവർ ഒന്ന് കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. പിന്നെ കണ്ടൻറ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.